ഹലോ എവ്രിവൺ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ജേർണീസ് മൊഡ്യൂൾ ആണ്. ജേർണീസ് മൊഡ്യൂളിൽ കസ്റ്റമേഴ്സ് ആക്ഷനെ ബേസ് ചെയ്ത് ഓട്ടോമേറ്റഡ് മാർക്കറ്റിംഗ് വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലീഡ്സിനെ റൈറ്റ് ടൈമിൽ ഇമെയിൽസ്, SMS, ഫോളോ അപ്സ് എന്നിവയിലൂടെ എൻഗേജ് ചെയ്ത് കൺവേർഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഈ മോഡ്യൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ 6 ജേർണീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുതിയ ജേർണി ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ബട്ടൺ യൂസ് ചെയ്ത് ഒരു ജേർണി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി നമ്മൾ ജനറൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ജേർണി നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് ആക്ഷൻ ഉണ്ട്, ഇമെയിൽ ആക്ഷൻ ഉണ്ട്, ചെക്ക് ഇമെയിൽ ആക്ടിവിറ്റി ഉണ്ട്. ഇത്രയും ആക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ട്രിഗർ ആക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഈ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ആഡ് ടു ലിസ്റ്റ്, റിമൂവ് ഫ്രം ലിസ്റ്റ്, ആഡ് ടു സെഗ്മെന്റ്, ഫോം സബ്മിഷൻ, ഇമെയിൽ ആക്ഷൻ, വാട്സ്ആപ്പ് ആക്ഷൻ, ഡേറ്റ് ഫീൽഡ്, ക്രൈറ്റീരിയ മാച്ച്, ടാഗ് അസൈൻഡ്, അങ്ങനെ ഒത്തിരി അധികം ട്രിഗേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ പ്രോസസ് സെക്ഷനിൽ വരുവാണെങ്കിൽ ഒത്തിരി അധികം പ്രോസസ് ഉണ്ട്. ഇഫ് എൽസ്, മൾട്ടിവേ, ചെക്ക് ഇമെയിൽ ആക്ടിവിറ്റി, ചെക്ക് SMS ആക്ടിവിറ്റി, വാട്സ്ആപ്പ് ആക്ടിവിറ്റി, റാൻഡം സ്പ്ലിറ്റ്, മെർജ്, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സസ് വരുന്നുണ്ട്. ആൻഡ് ആക്ഷൻസിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എൻഗേജ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആക്ഷൻസ് ഉണ്ട്. എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസിൽ സെൻഡ് ഇമെയിൽ, സെൻഡ് SMS, സെൻഡ് വാട്സ്ആപ്പ്. പ്രൊഡക്ടിവിറ്റിയിൽ ആഡ് ടു ലിസ്റ്റ്, റിമൂവ് ഫ്രം ലിസ്റ്റ്, അസൈൻ ടാഗ്, റിമൂവ് ടാഗ്, അപ്ഡേറ്റ് കോൺടാക്ട് ഫീൽഡ്, അപ്ഡേറ്റ് ലീഡ് സ്കോർ, അങ്ങനെ ഒത്തിരി അധികം ആക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ CRM ആക്ഷൻസ് വരുന്നുണ്ട്. അത് പുഷ് ഡേറ്റ ഉണ്ട്, ക്രിയേറ്റ് ടാസ്ക് ഉണ്ട്, ക്രിയേറ്റ് ഡീൽ ഉണ്ട്. സോ ഇത്രയധികം ഫീച്ചേഴ്സ് ജേർണി സെക്ഷനിൽ വരുന്നുണ്ട്.